ഹലോ ചങ്ങായിമാരെ, അപ്പോൾ നമ്മുടെ മുട്ടായി വ്ളോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഫാമിലി വ്ളോഗാണ് നിങ്ങൾ കുറേ കണ്ടിരുന്നത്. അപ്പം ഇന്ന് നമ്മൾ ചെറിയൊരു യാത്രയൊക്കെ ഇറങ്ങി. യാത്ര എന്ന് പറഞ്ഞാൽ എവിടെയൊക്കെ പോകണേ? അട്ടപ്പാടിയിലേക്കാണ് പോണത് അല്ലേ? അട്ടപ്പാടി എന്ന് പറയുമ്പോൾ പുച്ഛുണ്ടോ? ഇല്ല. അപ്പോൾ ഈ അട്ടപ്പാടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ എവിടേക്കെങ്കിലും പോവാന്ന് പറഞ്ഞാൽ ഷാനു വരെ എന്നെ ട്രോളിനത് വയനാടല്ലേ എന്ന് ചോദിക്കും ആദ്യം. ഇപ്പം വയനാട്ടിൽ ചോദിക്കാന്നൊക്കെയാണ് ഷാനിനോട് പറയാൻ എന്തെങ്കിലും ദേഷ്യം വന്നാൽ. അപ്പോൾ ഈ വയനാട് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ്, ഞാൻ കൂടുതൽ പോകുന്നൊരു സ്ഥലമാണ് അട്ടപ്പാടി. ഈ വയനാടിനും അട്ടപ്പാടിക്കും ഒരു കോമൺ പ്രത്യേകത നമ്മുടെ ലൈഫിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ആദ്യത്തെ ചെക്കൻ എന്ന് പറയുന്ന സിനിമ നമ്മൾ ഷൂട്ട് ചെയ്ത് എവിടെയാണ്? എവിടെ? ജി എന്താ അതിൽ ലയിച്ചിരിക്കണോ? ചെക്കൻ എവിടെ ഷൂട്ട് ചെയ്ത്? വയനാട്. രണ്ടാമത്തെ പടമായ കൂടൽ ഷൂട്ട് ചെയ്ത് എവിടെ? അട്ടപ്പാടിയായിരുന്നു. അപ്പോൾ ഈ രണ്ട് സ്ഥലത്തിനും അങ്ങനെ ഒരു പ്രത്യേകത കൂടെ ഉണ്ട്. പിന്നെ നമ്മൾ ഈ നാടൻ പരിപാടികൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. ഈ ഗ്രാമം, പച്ചപ്പ്, ഹരിതാപം എന്നൊക്കെ പറഞ്ഞ സാധനങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്, മലയും കുന്നൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ അട്ടപ്പാടിയിലേക്കാണ് പോകാറുള്ളത്. അപ്പോൾ ഇന്ന് ഞങ്ങൾ പെട്ടെന്നുണ്ടായ യാത്രയാണ്, കാരണം നാളെ സ്കൂൾ തുറക്കണം. അപ്പോൾ ഈ ക്രിസ്മസിന് സത്യം പറഞ്ഞാൽ പാത്തുന്നിയും ഷാനുവിനും എവിടെയും കൊണ്ടുപോയിട്ടില്ല. കാരണം കുറച്ച് എഴുത്തുകുത്ത് പരിപാടികളും കുറച്ച് ലൊക്കേഷൻ കാണലൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ അടുത്ത പ്രൊജക്റ്റിൻ്റെ കാര്യത്തിൻ്റെ ഓട്ടത്തിലാണ്. അപ്പം അതുകൊണ്ട് എവിടെയും പോയിട്ടില്ല. അതിൻ്റെ ഒരു പരിഭവം ഉണ്ട് അവർക്ക്. അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ട് അട്ടപ്പാടിയിലേക്കാണ് പോകുന്നത്. അട്ടപ്പാടിക്ക് ശരിക്കും ഞങ്ങളെ വീട്ടിൽ നിന്ന് ഒരു 2 മണിക്കൂറിൻ്റെ ഉള്ളിൽ യാത്രയേ ഉള്ളൂ. പക്ഷേ ഇന്ന് ഞങ്ങൾക്കൊരു കല്യാണ ഫംഗ്ഷൻ ഉണ്ടായതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഞങ്ങൾ ഇറങ്ങുന്നത്. ഇച്ചിരി ലേറ്റാണ്, കാരണം വൈകിക്കഴിഞ്ഞ് അങ്ങോട്ട് പോകാനുള്ള റിസ്ക്കൊക്കെ ഉണ്ട്. എന്നാലും സമയമില്ലാത്തത് കൊണ്ട് പിന്നെ നമ്മൾ യാത്ര പോവുകയാണ്. അപ്പം കുറച്ച് കഴിയും അവിടെ എത്തുമ്പോൾ. റോഡും അത്യാവശ്യം റഷാണ് അല്ലേ? അപ്പോൾ പാത്തു, എങ്ങോട്ടാണ് നമ്മൾ പോണത്? അട്ടപ്പാടി എങ്ങോട്ടാ പോകണമെന്നറിയോ? അറിയില്ല. അപ്പോൾ പാത്തുവിനിട്ട് ഒരു സർപ്രൈസാണ്. നമ്മൾ എങ്ങോട്ടാ പോകണമെന്ന് പറഞ്ഞിട്ടില്ല. അവൾ പാർക്കിലേക്കാണോ, മറ്റേ വാട്ടർ തീം പാർക്ക് ഉണ്ടോ, അല്ലെങ്കിൽ പിന്നെ കുട്ടികളെ കളിക്കാനുള്ള പ്ലേ ഏരിയ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തായാലും അവർക്ക് 3 പേരും കാണാത്ത ഒരു അട്ടപ്പാടിയിലെ ഒരു ഏരിയയിലേക്കാണ് പോകുന്നത്. അപ്പോൾ അത് സസ്പെൻസാണ്. ഞാൻ പിന്നെ അവിടെ എത്തിയിട്ട് പൊളിക്കാം. ഓക്കെ. ഷാനു പുറം കാഴ്ച കണ്ടിരിക്കുകയാണ്. ഷാനു ഒരു ഹായ് പറഞ്ഞാ? ഹായ്. അപ്പോൾ എവിടേക്കാ നമ്മൾ പോണേ? എവിടേക്കാ പോണേ? അട്ടപ്പാടിക്ക്. ഓക്കെ. അട്ടപ്പാടി ഷാനുവിന് ഇഷ്ടമാണോ? ഓക്കെ. അപ്പോൾ നമ്മൾ അട്ടപ്പാടിയിലേക്കുള്ള യാത്ര കണ്ടിന്യൂ പോവാണ്. ഇനി നമുക്ക് പോകുന്ന വഴിക്കുള്ള വിശേഷങ്ങളും കാണാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ മണ്ണാർക്കാട് എത്തിയപ്പോഴേക്കും സമയം എന്തായി? 7 മണിയായോ? ഒരു 7 മണിയോടടുത്ത സമയമായി. മഗ്‌രിബ് പങ്കെടുത്ത് തോന്നുന്നുണ്ട്. അപ്പോൾ ഇനിയാണ് നമുക്ക് അട്ടപ്പാടി ചുരം കയറാനുള്ളത്. പക്ഷേ നൈറ്റ് ആയതുകൊണ്ട് നമുക്ക് ചുരത്തിൻ്റെ ഭംഗി ഒരു പക്ഷേ ഇപ്പം കിട്ടാൻ സാധ്യതയില്ല. നമുക്ക് തിരിച്ചു പോരുമ്പോൾ പിടിക്കാം. ആര് തച്ചു? ഓക്കെ. അപ്പം നമ്മൾ ചുരം ഇങ്ങനെ കയറി കൊണ്ട് ചുരം വളരെ മോശമാണ്. റോഡ് അതിങ്ങനെ മന്ദം കയറിക്കൊണ്ടിരിക്കുകയാണ്. അകലക്കുന്നിന് മോളിൽ കയറാനൊരു ചുരമുണ്ടേ, അവിടെ ചെന്നാലൊരു കാവുണ്ടേ. ഹലോ ഗൈസ്, അങ്ങനെ ഞങ്ങൾ ഇവിടെ അട്ടപ്പാടി നമ്മൾ പറഞ്ഞ സ്ഥലത്തോട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ കൂരാക്കൂരിട്ടിട്ട് ഒരു മലയുടെ മുകളിലാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മളെ കുട്ടികളും വൈഫൊക്കെ ആകെ പേടിച്ച് അന്താളിച്ചിരിക്കുകയാണ്. ഷാനു ഇതാ ചെണ്ടയൊക്കെ വെച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഷാനു ഹായ് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ എന്താ പറയുക, ഒരു കാട്ടിൻ്റെ മുകളിൽ, ഒരു ചെറിയൊരു കുന്നിൻ്റെ മുകളിൽ കാട്ടിനകത്താണ് സംഭവം. ഇവിടെ ചുറ്റും ഇങ്ങനെ ഫെൻസിങ്ങും പരിപാടിയൊക്കെ ഉണ്ട്, മൃഗങ്ങൾ വരാതിരിക്കാൻ. അപ്പോൾ എങ്കിലും ചെറിയൊരു പേടിയൊക്കെ ഉള്ളിലുണ്ട്. എന്നാലും ഇവരുടെ ഇടയിൽ പേടി കാണിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. രാവിലെ നമ്മളിതിൻ്റെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും നമ്മൾ സാധനങ്ങളൊക്കെ നിറക്കട്ടെ കേട്ടോ. അപ്പോൾ ഗേസ്, നമ്മൾ ഒരു മഡ് ഹൗസിലാണ് ഇവരെ ഇവിടുന്ന് കൊടുത്തിട്ടുള്ളത് കേട്ടോ.
ഇവരുടെ അടുത്ത് ഞാനൊരു 5 സ്റ്റാർ ഹോട്ടലാണ്, സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട് എന്നും പറഞ്ഞ് കൊടുന്നതാണ്. അപ്പോൾ പാത്തുവോ എങ്ങനെയുണ്ട്? രസല്ലേ? അല്ലാ അങ്ങനെയൊന്നും പറയരുത് കേട്ടാ. ഇത് എന്താ പറയുക, ഇങ്ങനത്തെ സ്ഥലത്ത് നമ്മൾ താമസിക്കണം. ഇങ്ങനത്തെ എന്താ പറയുക, ഇങ്ങനത്തെ ആൾക്കാരൊക്കെ നിൽക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ ഇന്ന് ഇവർക്കൊരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആണ് ഞാനിവിടെ കൊടുക്കാൻ പോകുന്നത്. ഇതിൻ്റെ എന്താ പറയുക, പകലുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ ഞാൻ രാവിലെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിൻ്റെ ഡീറ്റെയിലൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ ഞങ്ങൾക്കൊന്ന് സെറ്റ് ചെയ്യട്ടെ കേട്ടോ. ഇതാണ് ഗൈസ് ഇതിൻ്റെ രാത്രി പുറത്തുനിന്നുള്ള ദൃശ്യം അല്ലേ. ആ കാണുന്ന ചെറിയ ലൈറ്റുകൾ എന്ന് പറയുന്നത് ഊട്ടിക്കടുത്ത കിണ്ണക്കുര എന്ന് പറയുന്ന സ്ഥലത്തെ വീടുകളിൽ നിന്നൊക്കെ കാണുന്ന ലൈറ്റാണ് കേട്ടോ. എത്രത്തോളം കാണുന്നുണ്ടെന്ന് അറിയില്ല. അപ്പം ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തമിഴ്നാടൊക്കെ കാണാം കേട്ടോ. ബാ ബാ ബാ, ഇപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ഇപ്പം ഇതാ പാത്ത് ഇവിടെ നല്ല പുൽപ്പായാണ് ഇവിടെ ഉള്ളത് കേട്ടോ. ഇവിടെ ബെഡും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ പുൽപ്പായൊക്കെ വിരിച്ചിങ്ങനെ എന്താ പറയുക, അത്യാവശ്യം തണുപ്പുണ്ട്. അപ്പോൾ റെഡി ആവാൻ വേണ്ടിക്കാം. വൈഫിനോട് ഞാൻ ജസ്റ്റ് ഈ ബ്ലാങ്കറ്റൊക്കെ എടുത്ത് വരാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആളെടുത്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ പിന്നെ എല്ലാ സെറ്റപ്പും ഉണ്ട് കേട്ടോ. അതിൻ്റെ ഒരു കുഞ്ഞു വീടാന്ന് പറഞ്ഞാൽ എല്ലാ സൗണ്ട് ബോക്സ് ഉണ്ട്. പിന്നെ ഇവിടെ സോളാറാണ് ലൈറ്റ്. അപ്പോൾ അതിൻ്റെ ബാറ്ററിയും കാര്യങ്ങളാണ്. ഇവിടെ നമ്മുടെ ഫെൻസിങ്ങിൻ്റെ സ്വിച്ചും കാര്യങ്ങളാണ്. ഇതിപ്പോൾ ഞങ്ങൾ ഓഫാക്കിയിട്ട് അതിൻ്റെ അകത്ത് കയറാൻ വേണ്ടി ഇനി ഇത് ഓണാക്കിയിട്ട് വേണം ഞങ്ങൾക്ക് കിടക്കാൻ. അപ്പോൾ പാത്തു തയ്യാറെടുക്കാം. പാത്തു എങ്ങനെയുണ്ട്? ഇപ്പം ഇഷ്ടമായില്ലേ? നമുക്ക് ഇങ്ങനത്തെ ഒരു വീട്ടിൽ താമസിക്കണ്ടേ? നമ്മളെ വീട് ഇനി പുതിയ കയറ്റുന്ന വീട് ഇങ്ങനെ ആക്കിയാലോ അല്ലേ? ഇഷ്ടമായോ? ഓക്കെ. വന്നപ്പോൾ ആള് അന്തം വിട്ടിരിക്കുന്നു. ഷാനുവിന് ഇഷ്ടമായോ? വീട് ഇഷ്ടമായോ? സൂപ്പറാ? ഓക്കെ. തുമ്മച്ചി ഓക്കെ. അത് നമ്മുടെ മണാലി ഫ്ലാഗ് എന്ന് പറയും. നമ്മളെ ബുദ്ധന്മാരെ അവരുടെ ക്ഷേത്രത്തിലൊക്കെ ഉണ്ടാണ് ഫ്ലാഗാണ്, പതാകയാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയുണ്ട്? ഇതെന്താ അറിയോ? ഇത് മുള കൊണ്ട് ഉണ്ടാക്കിയ നമ്മുടെ മുളല്ലേ, മുള ഇങ്ങനെ കീറിയിട്ട് അതുകൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കി. അങ്ങനെ സമയം 9-9:30 മണിയായിട്ടോ. നമ്മുടെ ഷാനും ബാത്തും ഇവിടെ ഓരോരോ പരിപാടി കൂടെ ഇങ്ങനെ മുഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വേറെ ആളുടെ പരിപാടി എന്താ അറിയോ? വേറെ ആളുടെ അടുത്ത് ഞാൻ നമുക്ക് റിസോർട്ടിലാണ് പോകണം. അപ്പോൾ അവിടെ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യാൻ സംവിധാനം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ഇവിടെ മണ്ണടുപ്പിൽ ഇതാ ചായയും ഒരു കഞ്ഞിയൊക്കെ ഉണ്ടാക്കാനുള്ള സെറ്റപ്പിലാണ് കൊണ്ട്. എന്താ ഉണ്ടാക്കണമെന്ന്? ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മൾ ഒരു വീടാകുമ്പോൾ നമ്മളൊരു സിറ്റുവേഷൻ ആകുമ്പോൾ ആ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് തന്നെ വേണമല്ലോ നമ്മളവിടെ നിൽക്കാൻ. അപ്പം നമ്മുടെ പഴമക്കാരൊക്കെ താമസിച്ചിരുന്ന വീടാണ് ഈ വീടുകൾ, ഇത്തരം മൺവീടുകളൊക്കെ. അപ്പോൾ അതിൻ്റെ അകത്തുള്ള ഭക്ഷണശീലങ്ങളും അങ്ങനെയാണല്ലോ. അപ്പോൾ ആളിത് കത്തിക്കാൻ വേണ്ടി ഒരുപാട് റിസ്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലങ്ങനെ സ്ഥിരമായിട്ട് ഇവിടെ അവിടെ വെക്കാത്തൊരടുപ്പാണ്. അപ്പം കുറേ എവിടെ നിന്നൊക്കെ കുറേ മറ്റേ എന്താ പറയുക, കാക്കകൾ കൂടൂട്ടാൻ കൊണ്ടുവരുന്നവർ കുറേ കമ്പി അല്ല എന്തായാലും പറയാം ചുള്ളിക്കമ്പുകളൊക്കെ സംഘടിപ്പിച്ചിട്ട് ആളെന്തൊക്കെയോ ഭഗീര പ്രയത്നത്തിലാണ്. ഓക്കെ, എന്തായാലും അത് കഴിയട്ടെ, നമുക്കതെങ്ങനെയുണ്ട് നോക്കാം. അങ്ങനെ നല്ല കട്ടൻ ചായ, നല്ല പുകടുപ്പിലുണ്ടാക്കിയ വിറകടുപ്പിലുണ്ടാക്കിയ കട്ടൻ ചായയൊക്കെ ഉപയോഗിച്ചിട്ട് എന്താ പറയുക, നമ്മൾ ഈ ഉമ്മറപ്പടിയിൽ വന്നിട്ട് ഇരുന്നിട്ട് ഇവിടെ ഇരുന്നിങ്ങനെ ഊതി ഊതി കുടിക്കുക. ആ വൈബ് നോക്കട്ടെ കേട്ടോ. ആഹാ, സൂപ്പർ സൂപ്പർ സൂപ്പർ. കാരണം എന്താ അറിയോ, നല്ല തണുത്ത കാറ്റ് പുറത്തുനിന്ന് ഇങ്ങനെ വരുന്നുണ്ട്, അട്ടപ്പാടി കാറ്റ്. അപ്പം ഈ ഉമ്മറപ്പടിയിൽ ഇങ്ങനെ ഒരു പുൽപ്പായലിരുന്നിട്ട് ഈ ചായ ഇങ്ങനെ കുടിക്കുമ്പോൾ നമ്മുടെ പണ്ടത്തെ നമ്മുടെ തറവാട് വീടുകളൊക്കെ ഓർത്തു പോകാം. കാരണം അന്നിങ്ങനെ ഓലമേഞ്ഞ വീടുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉമ്മറത്തിരിക്കുന്നൊരു സുഖം ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ പാത്തൂനും ഷാനുവിനൊന്നും അത് അറിയില്ല. അപ്പോൾ അവർക്കിത് ഇതെന്താണ് സംഗതി എന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ അവരിങ്ങനെ എക്സൈറ്റ്മെൻറ്റിലാണ്. ഇപ്പോൾ ആൾ ഓക്കെ ആയി. വന്ന സമയത്ത് പാത്തൂന് ഈ സെറ്റപ്പ് കണ്ടപ്പം
ഇതല്ലല്ലോ നമ്മൾ പറഞ്ഞിരുന്നത്. നമ്മൾ സ്വിമ്മിംഗ് പൂൾ എവിടെ എന്നൊക്കെ ചോദിച്ചിരുന്നത്. അപ്പോൾ ഇപ്പം ശരിയായില്ലേ? എന്നാ പറയാ, എങ്ങനെയുണ്ട് ഇപ്പം? പറയാ സൂപ്പർ അല്ലേ? ഇനി ഇവിടുന്ന് പോകണ്ടല്ലോ? പോകണ്ട. അവൾ എൻ്റെ അടുത്ത് ചോദിച്ചത് ഇവിടെ അട്ടപ്പാടി ചെറിയ LP സ്കൂൾ ഉണ്ടോയെന്നൊക്കെയാണ്. അപ്പോൾ സ്കൂളുണ്ടെങ്കിൽ ഇവിടെ ചേർത്താൽ മതി എന്നൊക്കെയാണ്. കാരണം പിന്നെ ഇവിടെ വേറെ ആരും ഇല്ലല്ലോ. ഒരു ഈ കുന്നിൻ്റെ മുകളിൽ ആൾക്കല്ലേ, അവൾ ഒറ്റക്കല്ലേ. അപ്പോൾ ആൾക്ക് ഇപ്പം എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനി നേരം വെളുത്തു കഴിഞ്ഞാൽ എന്താ അവസ്ഥ എന്നറിയില്ല. ഒരാൾ ഇവിടെ ഭയങ്കര ഡാൻസിലാട്ടോ. നമ്മൾ അട്ടപ്പാടി പാട്ടിട്ടിട്ട് നല്ല ഡാൻസിലാണ്. ഇവിടെ വേറൊരാളിതാ എന്താ പത്ത് പരിപാടി എഴുതുക. അത്രയും നല്ലൊരു പഠിപ്പിച്ച് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? എവിടെ പോയാലും പേനി നോട്ട് ബുക്കും അവളെ കളർ ബ്രഷും ഉണ്ടാവും. അപ്പോൾ അവിടുന്ന് പിന്നെ എന്താണ് ഇവിടെ ചുമരം വരച്ചിട്ടുണ്ടോ? ഇതെന്താ പഠിച്ചോനെ? ഇവിടുത്തെ ചുമരം വരക്കരുത് കേട്ടോ, നമ്മളെ വീട്ടിൽ മതിട്ടാ. അവള് ഞാൻ വരക്കാൻ പറഞ്ഞ ഇവിടുത്തെ വീട്ടിലല്ല, നമ്മളെ വീട്ടിലൊക്കെ വരച്ചാൽ മതി കേട്ടോ. ഉണ്ണിയേട്ട അല്ലെങ്കിൽ തല്ലും നമ്മളെ. അപ്പോൾ നമ്മളെ ബീവിൻ്റെ പരിപാടി എന്തായി നോക്കട്ടെ. ബീവി ഇതെന്തിനുള്ളതാണ് പറഞ്ഞ ചമ്മന്തി അല്ലേ? എന്നാൽ പെട്ടെന്ന് സെറ്റ് ചെയ്യ്. ഓക്കെ. ഇവിടുത്തെ എന്താ ഒരു കരിഞ്ഞ കിഴങ്ങോ? അത് അട്ടപ്പാടി സ്പെഷ്യലാ? ഓക്കെ. അപ്പോൾ കഞ്ഞിക്കലം ഇന്നാവുമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 10:30, 10:45, 11 മണിയായി. കുട്ടികൾക്ക് ഞാൻ കുറച്ച് പഴം വാങ്ങിയിട്ട് എനിക്കറിയാം മുൻകൂർ, അതുകൊണ്ട് കുട്ടികളെ ചുമരുമ കയറണില്ല. ഇവിടെ ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. ഇവിടുന്ന് ചുടുകഞ്ഞി ഈ പുക നമ്മുടെ വിറകടുപ്പിലുണ്ടാക്കിയ കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. നമ്മളെ കഞ്ഞി റെഡി ആയിട്ടുണ്ട്. ഏകദേശം ഒരു 11:30 മണിയായിട്ട് അപ്പോൾ കഞ്ഞി റെഡിയായി. ഓളെ പറഞ്ഞ് കാര്യമില്ല, കാരണം വിറക് കത്താത്തോണ്ടേ നല്ല തണുപ്പല്ലേ. അപ്പോൾ ഞാനും പാത്തൂസും ഈ കാട്ടുകൂടൊക്കെ പോയിട്ട് എടുത്തുന്ന വിറകായിരുന്നു. അപ്പോൾ ഒന്ന് കുടിച്ച് നോക്കാം സാധനം കേട്ടോ. എങ്ങനെയുണ്ട് പാത്തുവോ? സൂപ്പറല്ലേ? സത്യം പറയല്ലോ, അടിപൊളി. ഒന്ന് ഈ ആംബിയൻസ് ആക്കണം, നല്ല തണുപ്പുണ്ട്. അപ്പോൾ ഒരു ചെറിയ ചൂടുള്ള കഞ്ഞി, പിന്നെ എന്താ പറയുക ഉരുളക്കിഴങ്ങിൻ്റെ സ്പെഷ്യൽ പൊരിച്ചത്, പിന്നെ നമ്മുടെ നാടൻ ഉള്ളിച്ചമ്മന്തി ഉണ്ടല്ലോ, ഉള്ളിച്ചമ്മന്തി ഉണ്ട് കേട്ടോ. അപ്പോൾ ഷാവിന് ഇഷ്ടപ്പെട്ടോ? എന്നാൽ കുടിക്ക് വേഗം. അപ്പോൾ ഈയും വാ, വേഗം കുടിക്കാൻ വാ. എന്ത് വയ്ക്കൂല? ഇങ്ങനെ കുടിക്കാൻ വയ്ക്കുള്ളേ. അങ്ങനെ തെല്ലത്താക്കിയിട്ട് ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് പറ. ഓക്കെ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ അട്ടപ്പാടിയിലെ മോർണിംഗ് ആണിത്. എന്താ പറയുക, രാവിലെ എണീക്കുന്ന തന്നെ ഷാനു ആദ്യം എണീറ്റിട്ട് പുറത്ത് പോയിട്ട് അട്ടപ്പാടി എന്നും പറഞ്ഞ് ചാടി കളിച്ചിട്ടാണ് ഞങ്ങൾ എണീറ്റ് കേട്ടോ. അപ്പോൾ നല്ല മഞ്ഞുണ്ട് രാവിലെ, അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ അകത്തു നിന്നുള്ള ദൃശ്യമാണിത്. പുറത്തോട്ട് നോക്കുമ്പോൾ കാണുന്ന രാവിലെയുള്ള ദൃശ്യം. ഇവിടെ ഒരു സൈഡിൽ ഇങ്ങനെ സൂര്യൻ ഉയരാൻ വേണ്ടി നിൽക്കുമ്പോൾ ഈ
ഇപ്പുറത്തെ സൈഡിൽ ഇങ്ങനെ ചന്ദ്രൻ പോകാൻ മടിച്ചു കേട്ടോ. രസണ്ടാ? രസണ്ടാ ഷാനു? രസണ്ടാ? രസണ്ട്? അപ്പൊ ഇനി ഇവിടുന്ന് പോണ്ടല്ലോ. ഇവിടെ പാർക്കല്ലേ അല്ലേ? ഓക്കെ. അപ്പൊ ഷാനു ഇനി ഇവിടുന്ന് പോകണ്ട, ഇവിടെ പാർക്കാണ് കേട്ടോ. ഷാനു പോണ്ടെന്നാണ് പറയണേ. പാത്തോ ഓടിവാ, തണുപ്പൊന്നുമില്ല, അങ്ങോട്ട് ഓടിവാ, ഇങ്ങോട്ട് ഓടിവാ. അല്ല ഷാനു, ഇതെന്ത് രൂപ? ഇതെന്താ? ഹലോ ഹലോ, രാവിലെ ഒരാൾ തണുത്തിട്ട് കോട്ടിൻ്റെ അകത്ത് കയറിയതാണ്. ഹലോ, ഇതെവിടെ തന്നെ മുഖം? ആ സിബിട് എന്നാലേ ഉള്ളൂ തണുക്കാതെക്കുള്ളൂ. പാത്തുമ്മ, ഇതെന്താ ഷാനു? ഇതെന്താണ്? എന്ത് നിൽക്കണേ? എന്താ ഷാനു അത്? എന്താ ഷാനു അത്? അതെന്താ? രാവിലെ ഷാനു നമ്മുടെ കാറ്റാടി കണ്ടിട്ട് ഇപ്പൊ ഫാൻ എന്നും പറഞ്ഞ് വിളിക്കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിങ്ങനെ കറണ്ട് ഉണ്ടാക്കുന്ന സാധനമാണ് കേട്ടോ. കാറ്റത്ത് ഇങ്ങനെ കറങ്ങിയിട്ട് നമുക്ക് കറണ്ട് ഉണ്ടാക്കണം. കാറ്റാടി എന്താണ്? കാറ്റാടി. പെണ്ണ, ഞാനൊരു കാര്യം ചോദിച്ചിട്ടെ, പിന്നെ ഇന്നലെ രാത്രി ഇത്ര എക്സ്പെക്ട് ചെയ്തിരുന്നോ സംഭവം? രാത്രി വന്നപ്പോ ഇത് എന്താ തോന്നിയത് ഇവിടെ വന്നപ്പോ? വെറുതെ പോയി പറഞ്ഞോ, വിചാരിച്ചോ? ഇതിൻ്റെ അകത്തൊരു ഡോഗ് കൂട്ടലുണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്ത് ഒരു ശല്യമല്ല കേട്ടോ. ആൾ ഇന്നലെ എന്താ പറയുക, നമുക്കൊരു സൗണ്ടോ ഡിസ്റ്റർബോ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ആളതിൻ്റെ ഉള്ളിൽ നിന്ന് കുറേ കോപ്രായ കാട്ടുണ്ട്. ഉണ്ണിയേട്ടൻ്റെ സ്വന്തം നായക്കുട്ടി. ഞാനേ ഇതാടാ വിചാരിച്ചിട്ടേ നായി സ്ഥലത്തുനിന്ന് വെച്ചുണ്ടാക്കാൻ വിചാരിച്ചു. അല്ല, ഇത് ഇന്നലെ അന്തിക്ക് ഇതിൻ്റെ അകത്തുനിന്ന് കരഞ്ഞിട്ടില്ല പാത്തോ. നായ ദൂരെ സ്ഥലത്തു നിന്നാ കരയുന്ന കെട്ടീനെ ഇന്നലെ. അതെ 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 അതെ. ഈ എന്ത് കോട്ടയച്ചിട്ട് തണുക്കണില്ലേ? കയ്യേലുള്ളിക്കണ ഈ ഷർട്ടിനുള്ളിൽ കയറല്, ഇതിനുള്ള കയറല്. എനിക്ക് തണുക്കുന്നുണ്ട് പാത്തുവോ, പാത്തുവോ, എനിക്ക് തണുക്കുന്നുണ്ട്. തണുപ്പുണ്ടോ? ഓക്കെ. അങ്ങനെ ഇപ്പൊ സമയം 7:45 കേട്ടോ. അപ്പം ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുകയാണ്. വേറൊന്നുമല്ല, ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഇന്നും മക്കൾക്ക് ക്ലാസ്സുള്ള ദിവസമാണ്, തിങ്കളാഴ്ചയാണ്. അപ്പം സ്കൂൾ തുറക്കല്ലേ, അപ്പോൾ ഇന്ന് സ്കൂളിലെത്താനുള്ള പ്ലാനിങ്ങിൽ പെട്ടെന്ന് പോകാൻ തീരുമാനിച്ചു. അപ്പോൾ അവരിന്നലെ വന്നപ്പോൾ സത്യം പറഞ്ഞാൽ അവർക്കിത് കണ്ടപ്പം വലിയ മൂഡൊന്നും ഉണ്ടായിരുന്നില്ല. ഇങ്ങോട്ടാണോ കൊണ്ടുപോകുന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം രാവിലെ ആയപ്പോഴേക്കും പോകണ്ട, നമുക്ക് ഉച്ച കഴിഞ്ഞിട്ട് പോകാമെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ മറ്റൊരു ദിവസം എന്തായാലും ഇനി ഒന്നും കൂടെ അങ്ങോട്ട് വരാമെന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. നമ്മുടെ ചിലപ്പം വേറെ ഫ്രണ്ട്സുകളായിട്ടായിരിക്കും. അപ്പോൾ ഈ പ്രോപ്പർട്ടിയെ കുറിച്ചുള്ള വിവരങ്ങൾ ഞാനൊന്ന് പറഞ്ഞുതരാം. ഇത്രയും ലോഡാണ് കേട്ടോ ഇന്നലെ ഒരു 1 ഡേ ട്രിപ്പിന് പോന്നപ്പോൾ ആൾ കെട്ടിപ്പൂട്ടി കൊടുത്തിട്ടുള്ളത്. മക്കളെ ഡ്രസ്സുകളും പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ
അതിങ്ങനെ കെട്ടിപ്പെറുക്കിയിട്ട് ഞങ്ങളിതാ ഇറങ്ങാനുള്ള പരിപാടിയിലാണ്. അപ്പം നമ്മൾ ഇന്നലെ രാത്രി വന്നപ്പോൾ പിന്നെ സത്യം പറഞ്ഞാൽ ഇത് നമ്മുടെ ഉണ്ണിയേട്ടൻ ഇവിടെ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇന്നലെ അവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ ആൾ ഈവനിങ് വരെ ഉണ്ടാവുമെന്ന് പറഞ്ഞു. പിന്നെ ആൾക്ക് നൈറ്റ് പെട്ടെന്ന് ഡ്യൂട്ടി വന്നു. ആ സമയത്ത് പെട്ടെന്ന് പോകേണ്ടി വന്നു. അപ്പോൾ ഞങ്ങൾ ഒറ്റക്കാണ് ഇവിടെ വന്ന് കയറിയത്. അപ്പോൾ ഈ സ്ഥലം എന്ന് പറയുന്നത് കുറച്ച് ഡേഞ്ചർ ഏരിയയാണ്. വേറൊന്നുമല്ല, ചിലപ്പോൾ കാട്ടുമൃഗങ്ങളെ ശല്യമൊക്കെ ഉണ്ടാവാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് പിന്നെ ആൾ ഫോണിൽ കൂടെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി, ഇന്ന സ്ഥലത്താണ് ഇത് ചെയ്യേണ്ടത് വെക്കേണ്ടത് എന്നൊക്കെ. അപ്പം അങ്ങനെ ഒരു ഐഡിയയിലാണ് ഇന്നലെ അത് മൊത്തം ചെയ്തത്. അപ്പോൾ ഞങ്ങൾ പോരുന്ന വഴി ഇതായിരുന്നു. അപ്പോൾ രാത്രി പോന്നപ്പോൾ സത്യം പറഞ്ഞാൽ ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഞങ്ങൾ ഒരു പ്രാവശ്യം ഇവിടെ ഞാൻ ഫ്രണ്ട്സുകളുടെ കൂടെയൊക്കെ വരുമ്പോൾ ചെറിയ ഫ്രഷ് ആനപ്പിണ്ടൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം നമ്മളെ സാറന്മാരൊക്കെ ഇങ്ങനെ ഇറങ്ങുന്ന ഒരു ഏരിയയാണ് ഇവിടെ. അതൊന്നും ഞാൻ ഇന്നലെ ഇവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായില്ല. രാത്രി വന്നപ്പം ആ ഒരു പേടിയൊക്കെ ഉള്ളിലുണ്ടായിരുന്നു. എന്തായാലും വേറെ സംഭവങ്ങളൊന്നും ഉണ്ടായില്ല. ഉഷാറായിട്ട് ഞങ്ങൾ സ്റ്റേ ചെയ്തു, അടിപൊളിയായി. അപ്പോൾ തിരിച്ചു പോവാം. ആ പോരൂ പോരൂ പോരൂ. പോട്ടെ പോട്ടെ പോട്ടെ, കുറച്ച് ഫ്രണ്ടോട്ടോ. അപ്പോൾ ഗേസ് ഞങ്ങളിങ്ങനെ തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ ഈ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നമ്മുടെ സുഹൃത്ത് ഉണ്ണിയേട്ടൻ്റെ പ്രോപ്പർട്ടിയാണ്, അട്ടപ്പാടിയിലുള്ള. അപ്പോൾ ഉണ്ണിയേട്ടൻ ഇവിടെ ഫോറസ്റ്റിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അവർ പണ്ട് താമസിച്ചിരുന്ന അവരെ തറവാട് വീടാണ് ഇപ്പോൾ നമ്മൾ നിലനിന്ന സ്ഥലം. അപ്പോൾ അതിങ്ങനെ ഒരു ഹോം സ്റ്റേ സെറ്റപ്പിലേക്ക് മാറ്റണം എന്നൊക്കെ ഉണ്ണിയേട്ടൻ പ്ലാൻ ആക്കുന്നുണ്ട്. അതിൻ്റെ വർക്കുകളൊക്കെ ഇങ്ങനെ ഓരോന്നോടെ നടക്കുന്നുള്ളൂ. ഇപ്പം ബാത്റൂമും ഫെസിലിറ്റീസൊക്കെ അതിൻ്റെ അകത്ത് ആയിട്ടുണ്ട്. അപ്പം ഓരോന്ന് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ അത് സെറ്റായി കഴിഞ്ഞാൽ പുറത്തുനിന്നുള്ളവർക്ക്, ഇപ്പോൾ നമ്മൾ അവരെ ഫ്രണ്ട്സ് അവരെ ഫാമിലീസൊക്കെയാണ് ഞങ്ങളവിടെ വന്ന് നിൽക്കാറുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഇനി വരാനുള്ളൊരു അവസരം ഉണ്ടാവും. ആ സമയത്ത് എന്തായാലും നമ്മളതൊരു വ്ളോഗാക്കിയിട്ട് തന്നെ ചെയ്യും. അപ്പോൾ ഈ വഴിയിലൂടെയാണ് ഇന്നലെ രാത്രി ഞങ്ങളൊരു 1.5 വരവ് വന്നത്. ഈ സ്ഥലം എന്ന് പറയുന്നത് അട്ടപ്പാടി പ്ലാമരം എന്ന് പറയുന്ന സ്ഥലം, നമ്മുടെ പിന്നെ താവളം കഴിഞ്ഞൊരു 3-4 കിലോമീറ്റർ പോയിട്ട് പ്ലാമരം എന്ന് പറയുന്ന സ്റ്റോപ്പിൽ നിന്ന് ജസ്റ്റ് ഒരു 1.5-2 കിലോമീറ്റർ ആണ് നമ്മൾ ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത്. ചെറിയൊരു ഓഫ് റോഡാണ്. എന്നാലും നമ്മളെ പിന്നെ ചെറുവണ്ടികളും വലിയ വണ്ടിയൊക്കെ ഇങ്ങോട്ട് പോരാറുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ നോർമൽ കാലാവസ്ഥയിൽ പ്രശ്നങ്ങളൊന്നുമില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്ത റോഡാണ്. അപ്പോൾ ഇതാണ് ഈ പ്രോപ്പർട്ടിയുടെ വിശേഷങ്ങൾ. ഇനി ഞങ്ങൾ മെല്ലെ നാട്ടിലേക്ക് തിരിച്ച് ഇറങ്ങുകയാണ്. ഓക്കെ.